സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന പ്രിയമുള്ള SSLC വിദ്യാർത്ഥികളെ, സോഷ്യൽ സയൻസ് പരീക്ഷയിൽ നമുക്ക് തീർച്ചയായും ചോദിക്കുന്ന 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിലൊന്നാണ് മാപ്പ് മാർക്കിംഗ് അല്ലെങ്കിൽ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തൽ എന്ന പാർട്ട്. ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഈ 4 മാർക്കിൻ്റെ ചോദ്യം എല്ലാ വിദ്യാർത്ഥികൾക്കും എങ്ങനെ അനായാസം ആൻസർ ചെയ്യാം എന്നത് സംബന്ധമായ ഒരു ചെറിയ ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഭൂപടവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആദ്യം ഭൂപടം കയ്യിൽ കിട്ടുന്ന ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ വർഷം വേൾഡ് മാപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ വേൾഡ് മാപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേൾഡ് മാപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ എല്ലാ വൻകരകളും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വേൾഡ് മാപ്പിൽ നിന്ന് വൻകരകളെ കൃത്യമായിട്ട് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കാം. അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം എന്നതാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓസ്ട്രേലിയ എന്ന് പറയുന്ന വൻകര, ലോകത്തിലെ ഏറ്റവും ചെറിയ വൻകരകളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒറ്റപ്പെടൽ എന്ന രീതിയിൽ നമുക്ക് ഓസ്ട്രേലിയ ഒന്ന് ഓർത്തിരിക്കാം. ഓസ്ട്രേലിയൻ വൻകര എന്ന് പറയുന്നത് ദാണ്ട് ഈ ഒരു ഭാഗമാണ് ഓസ്ട്രേലിയ. അതിൽ മാർക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന പാർട്ട് ആദ്യം പഠിക്കുക. ഓസ്ട്രേലിയ ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ വൻകര. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓസ്ട്രേലിയ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന രീതിയിൽ അത് പഠിച്ചെടുക്കുക. ഇനി നമ്മുടെ സ്വന്തം വൻകര അത് ഏഷ്യയാണ്. ഏഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൻകര എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത് നമുക്ക് ഏഷ്യ പഠിക്കാം. ഏഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയാണ്. അതുകൊണ്ട് തന്നെ ഭൂപടത്തിലെ ഏറ്റവും കൂടുതൽ പാർട്ട് വരുന്നത് ഏഷ്യയാണ്. അപ്പോൾ ആ പാർട്ട് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഏഷ്യ എന്ന് പറയുന്ന വൻകര, ഇത് മാത്രമല്ല അത് മൊത്തത്തിൽ വരും. ആ ഏഷ്യ എന്ന് പറയുന്ന പാർട്ടാണ് രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഏഷ്യ കഴിഞ്ഞാൽ രണ്ടാമത് ഉള്ള വൻകര, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. അപ്പോൾ അത് ദാണ്ട ഈ ഒരു ഭാഗമാണ് ആഫ്രിക്ക. അപ്പോൾ ഈ ഒരു കോണ്ടിനെൻ്റ് ആണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ഇടയിലാണ് യൂറോപ്പ്. അപ്പോൾ അങ്ങനെ പഠിച്ചെടുത്താൽ മതി. ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ഏഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വൻകര ആഫ്രിക്ക. ആ രണ്ട് വൻകരകൾക്കിടയിലായിട്ട് യൂറോപ്പ് ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അതിനുശേഷം അടുത്തതായി നമ്മൾ 2 വൻകരകൾ കൂടി മനസ്സിലാക്കണം. അത് ചേട്ടനും അനിയനും എന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. നോർത്ത് അമേരിക്കയും അതോടൊപ്പം തന്നെ സൗത്ത് അമേരിക്കയും. സൗത്ത് അമേരിക്ക ഇങ്ങ് താഴെ, തെക്കേ അമേരിക്ക എന്ന് പറയുന്ന പോർഷൻ താഴെയും മുകളിലായിട്ട് വടക്കേ അമേരിക്ക എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാപ്പിനകത്തുള്ള എല്ലാ വൻകരകളെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആദ്യം ഒരു മാപ്പ് മാർക്ക് ചെയ്യുമ്പോൾ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം. ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതിനുശേഷം നമുക്ക് അടുത്ത ആദ്യത്തെ മാപ്പിലേക്ക് പോകാം. അവിടെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ അനായാസം നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുവാൻ പോകുന്ന മേഖല ഉഷ്ണ മരുഭൂമികൾ അഥവാ ഹോട്ട് ഡിസേർട്ടുകളെ കുറിച്ചാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചില ലോകത്തെ പ്രധാനപ്പെട്ട ഹോട്ട് ഡിസേർട്ടുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചില ഹോട്ട് ഡിസേർട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അത് ഏത് വൻകരയിലാണ്, അതെവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. നമ്മൾ മാപ്പ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് അത് കൃത്യമായി മാപ്പിൽ മാർക്ക് ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യുക. ആരും ടെക്സ്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കി എല്ലാം എനിക്ക് അറിയാമെന്നൊരു ഭാവത്തിൽ ഇരിക്കരുത്. അങ്ങനെ നമുക്ക് ഒരിക്കലും മാപ്പ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. കൃത്യമായി വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ട ഒരു പാർട്ടാണ് മാപ്പ് എന്നുള്ളത് ആദ്യം നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉഷ്ണ മരുഭൂമികൾ, അതിൽ ഒന്നാമത്തേത് അറ്റകാമ ഡിസേർട്ടാണ്. അറ്റകാമ ഡിസേർട്ടിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറയുവാൻ കാരണം നമ്മുടെ മോഡൽ പരീക്ഷയിലെ ഒരു ചോദ്യമായിരുന്നു അറ്റകാമ ഡിസേർട്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അറ്റകാമ ഡിസേർട്ടിനെ കുറിച്ച് മോഡൽ പരീക്ഷയിൽ ചോദ്യം വന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം. എങ്ങനെയായിരുന്നു ചോദിച്ചിരുന്നത്? എ ഹോട്ട് ഡിസേർട്ട് ഇൻ സൗത്ത് അമേരിക്ക എന്ന ചോദ്യമായിരുന്നു. എ ഹോട്ട് ഡിസേർട്ട് ഇൻ സൗത്ത് അമേരിക്ക. അപ്പോൾ സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻ്റ് എവിടെയാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സൗത്ത് അമേരിക്കയിൽ നമ്മൾ ഒരൊറ്റ ഡിസേർട്ടിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത്. അത് അറ്റകാമ ഡിസേർട്ടാണ്. അപ്പോൾ അത് സൗത്ത് അമേരിക്ക എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് കുട്ടിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അറ്റകാമ ഡിസേർട്ട് സൗത്ത് അമേരിക്കയുടെ ഏത് പാർട്ടിലാണെന്നുള്ളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളത്. ഞാനിവിടെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, റെഡായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അറ്റകാമ ഡിസേർട്ട് നമ്മൾ കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അത് ഷെയ്ഡ് ചെയ്യുക, പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യുക. പുറത്തേക്ക് ഒരു ലൈൻ വരച്ചതിന് ശേഷം അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ എ ആണെന്നുണ്ടെങ്കിൽ എ എന്നുള്ളത് എഴുതിയിട്ട് അവിടെ കൃത്യമായിട്ട് അറ്റകാമ എന്നുള്ളത് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.
ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഡിസേർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹാറ ഡിസേർട്ടാണ്. അപ്പോൾ എങ്ങനെ സഹാറ ഡിസേർട്ടിനെ കുറിച്ചൊരു ചോദ്യം വരാം എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. സഹാറ ഡിസേർട്ടിനെ കുറിച്ച് നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ഡിസേർട്ടാണ് സഹാറ ഡിസേർട്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും, ദ ലാർജസ്റ്റ് ഡിസേർട്ട് ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി എന്ന ചോദ്യം ഉണ്ടാവാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം കൃത്യമായിട്ട് സഹാറയാണത്. ഇനി സഹാറ ഏത് വൻകരയിലാണ് എന്നുള്ളത് നമുക്കറിയാം. സഹാറ എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ്. അപ്പോൾ ആഫ്രിക്കയെ സംബന്ധിച്ച് ഒരു വൻകരയാണ് ചോദിക്കുന്നത് എങ്കിൽ ഒരിക്കലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വൻകര എന്ന് മാത്രമായിട്ടൊരു ചോദ്യം വരില്ല. കാരണം ആഫ്രിക്കയിൽ ഒന്നിലധികം ഉഷ്ണ മരുഭൂമികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഒരു ചോദ്യം, ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ള ഒരു മരുഭൂമിയെക്കുറിച്ചാണ് ചോദ്യം ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട മരുഭൂമി ഏത് എന്നുള്ളൊരു ചോദ്യമായിരിക്കില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ലാർജസ്റ്റ് ഡിസേർട്ട് ഇൻ ദ വേൾഡ് എന്നുള്ളതോ, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കലഹാരി ഡിസേർട്ടിനെ കുറിച്ച്, കലഹാരിയും ആഫ്രിക്കയിൽ തന്നെയുള്ള മറ്റൊരു ഡിസേർട്ടാണ്. കലഹാരി ഡിസേർട്ടിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. കലഹാരി ഡിസേർട്ട് എന്ന് പറയുന്ന ഡിസേർട്ടിലാണ് ബുഷ്മൻ എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ്സ് ഉള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബുഷ്മൻ ഗോത്ര വിഭാഗം അധിവസിക്കുന്ന ആഫ്രിക്കയിലെ പ്രധാന മരുഭൂമി പ്രദേശം എന്ന ചോദ്യം വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരിക്കലും ഡയറക്റ്റ് ഇപ്പോൾ കലഹാരി ഡിസേർട്ട് എന്ന് തന്നിട്ട് അത് മാർക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങളായിരിക്കില്ല നമുക്ക് വരുന്നത്. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ബുഷ്മൻ ഗോത്ര വിഭാഗം അധിവസിക്കുന്ന ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട മരുഭൂമി പ്രദേശം ഏത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിനാണെങ്കിൽ ദ ഡിസേർട്ട് റീജിയൻ ഇൻ ആഫ്രിക്ക ഇൻഹാബിറ്റഡ് ബൈ ദ ബുഷ്മൻ ട്രൈബ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് മനസ്സിലാവണം അത് കലഹാരി ഡിസേർട്ടാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ കലഹാരി ഡിസേർട്ടിൻ്റെ ആ ഒരു പാർട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ നിന്ന് പുറത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുക, അവിടെ എഴുതി വെക്കുക കൃത്യമായിട്ട് ഇതാണ് കലഹാരി ഡിസേർട്ട് എന്നുള്ളത് എഴുതുക. സഹാറ ഡിസേർട്ട് ആണെന്നുണ്ടെങ്കിൽ സഹാറ ഡിസേർട്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇതാണ് സഹാറ ഡിസേർട്ട് എന്നുള്ള ആ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്യുക. അതിനുശേഷം പുറത്തേക്ക് ഒരു ലൈൻ വരച്ച് സഹാറ ഡിസേർട്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കാണിക്കുക. ഇനി ഓസ്ട്രേലിയയിലും ഒരു പ്രധാനപ്പെട്ട മരുഭൂമിയുണ്ട്. അതിനെ ഓസ്ട്രേലിയൻ മരുഭൂമി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അത് ഒറ്റ മരുഭൂമിയാണ് ഓസ്ട്രേലിയയിലുള്ളത്. ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അറ്റഗാമ ഡിസേർട്ടിൻ്റെ ചോദ്യം വന്നതുപോലെ തന്നെ എ ഹോട്ട് ഡിസേർട്ട് ഇൻ ഓസ്ട്രേലിയ എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ വൻകരയിലെ ഉഷ്ണ മരുഭൂമി ഏത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ അവിടെ നമുക്ക് അത് ഓസ്ട്രേലിയൻ മരുഭൂമിയാണെന്നും ഓസ്ട്രേലിയ എവിടെയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ അത് കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും മരുഭൂമികളെ കുറിച്ചാണ് പ്രധാനമായിട്ടും. തൊട്ടടുത്ത് തന്നെ കലഹാരിയുടെ തൊട്ടടുത്ത് നമീബ് എന്ന് പറയുന്ന മരുഭൂമിയുമുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അറ്റഗാമോ ഡിസേർട്ടോ സഹാറ ഡിസേർട്ടോ അത് അല്ല എന്നുണ്ടെങ്കിൽ കലഹാരി ഡിസേർട്ടോ ഓസ്ട്രേലിയൻ ഡിസേർട്ടോ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക്. അതിൽ നിന്നായിരിക്കും ഒരു ചോദ്യം ഉണ്ടാവുക എന്നുള്ളത് പ്രതീക്ഷിക്കുക. എന്തായാലും ഉഷ്ണ മരുഭൂമിയിൽ നിന്ന് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ഭാഗം നന്നായിട്ട് എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുക. ആരും ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു മാർക്ക് നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മേഖല മിതോഷ്ണ പുൽമേടുകൾ അല്ലെങ്കിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകളെ കുറിച്ചാണ്. ലോകത്തെ പ്രധാനപ്പെട്ട ചില ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകളെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെ പരിചയപ്പെടുകയുണ്ടായി. ആ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകളെ കുറിച്ചാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി വൻകരകളെല്ലാം പഠിച്ചു കഴിഞ്ഞവരാണ്. അപ്പോൾ ഓരോ വൻകരയിലെയും പ്രധാനപ്പെട്ട ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേടുകൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത് വടക്കേ അമേരിക്കയിലെ പ്രയറി എന്ന് പറയുന്ന മിതോഷ്ണ പുൽമേടാണ് അല്ലെങ്കിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡാണ്. അപ്പോൾ വടക്കേ അമേരിക്കയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു മിതോഷ്ണ പുൽമേട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രയറിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രയറി എവിടെയാണെന്ന് നിങ്ങൾ കണ്ടു, അത് കൃത്യമായിട്ട് അവിടെ ഇത് ചെയ്തിട്ടുണ്ട്. പ്രയറി എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ജസ്റ്റ് ആ റെഡ് ഇങ്ക് കൊടുത്തിരിക്കുന്ന അത്രയും പാർട്ട് നിങ്ങളൊന്ന് ഷെയ്ഡ് ചെയ്യുക. അതിനുശേഷം ഒരു ലൈൻ വരച്ച് പുറത്തേക്ക് നിങ്ങൾ അത് പ്രയറി ആണെന്നുള്ളത് രേഖപ്പെടുത്തുക. നമുക്ക് ഈ മേഖലയിൽ നിന്ന് മോഡൽ പരീക്ഷയ്ക്കും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഓസ്ട്രേലിയൻ വൻകരയിലെ മിതോഷ്ണ പുൽമേട് ഏതെന്നുള്ളതായിരുന്നു നമ്മുടെ മോഡൽ പരീക്ഷയുടെ ചോദ്യം. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഓസ്ട്രേലിയ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡൗൺസ് ആയിരുന്നു. അന്ന് നിങ്ങളെല്ലാവരും അതിന് സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ അന്ന് നിരാശപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഫൈനൽ എക്സാമിന് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം.
ഓക്കെ, അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ ഡൗൺസ്, അതുപോലെ വടക്കേ അമേരിക്കയിൽ നിന്ന് പ്രയറി നമ്മൾ കണ്ടു. ഇനി തെക്കേ അമേരിക്കയിലും നമുക്കൊരു മിതോഷ്ണ പുൽമേടുണ്ട്, അല്ലെങ്കിൽ ഒരു ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഉണ്ട്. അത് പാംപാസ് എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡ് ആണ്. അത് മാർക്ക് ചെയ്യേണ്ട സ്ഥലം കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിപ്പോൾ ഇത് നോക്കുമ്പോൾ എല്ലാവർക്കും ഇതെല്ലാം എനിക്ക് അറിയാമെന്നൊരു തോന്നലുണ്ടാവും. നിങ്ങൾ കൃത്യമായിട്ട് ഇത് വർക്കൗട്ട്, നാളെ ഒരു ദിവസമുണ്ട്, നാളെ കൃത്യമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്ത് തന്നെ എല്ലാവരും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട മിതോഷ്ണ പുൽമേട് ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മിതോഷ്ണ പുൽമേടും അതോടൊപ്പം തന്നെ നമ്മൾ ഉഷ്ണമേഖലാ പുൽമേടും ഉണ്ട്. രണ്ട് തരത്തിൽ പുൽമേടുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിനാണെങ്കിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡും ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡും ഉണ്ട്. അപ്പോൾ ആഫ്രിക്കയിലെ മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെൽഡാണ് ആൻസർ ചെയ്യേണ്ടത്. വെൽഡ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് മോഡൽ പരീക്ഷയിൽ ചോദ്യം വന്നത് മിതോഷ്ണ പുൽമേട്, ആഫ്രിക്കയിലെ മിതോഷ്ണ പുൽമേട് അല്ലായിരുന്നു ചോദിച്ചത്. ആഫ്രിക്കയെ സംബന്ധിച്ച് അവിടെ നമുക്ക് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആയിരുന്നു. ആഫ്രിക്കയിലെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഞാൻ അടുത്ത മേഖലയിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയിലെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം സാവന്ന പുൽമേടുകളാണ്. അപ്പോൾ അതായിരുന്നു മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ പല കുട്ടികളും ഞാൻ അന്ന് ആൻസർ കീ നോക്കുന്ന സമയത്ത് വെൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തമ്മിൽ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മിതോഷ്ണ പുൽമേടുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് പഠിക്കുമ്പോൾ ആഫ്രിക്കയെ സംബന്ധിച്ച് അവിടുത്തെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത് വെൽഡ് ആണ്. അത് കൃത്യമായിട്ട് കുട്ടികൾ മാർക്ക് ചെയ്തിരിക്കണം. വടക്കേ അമേരിക്കയെ സംബന്ധിച്ച് പ്രയറിയാണ്. തെക്കേ അമേരിക്കയെ സംബന്ധിച്ച് പാംപാസ് എന്ന് പറയുന്നതാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഡൗൺസ്. അതുപോലെ നമ്മുടെ വൻകരയിലും ഒരു മിതോഷ്ണ പുൽമേടുണ്ട്. അത് സ്റ്റെപ്പി എന്ന് പറയുന്ന മിതോഷ്ണ പുൽമേടാണ്, അല്ലെങ്കിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ്. അത് കൃത്യമായിട്ട് ഈ ഒരു പാർട്ട് മാർക്ക് ചെയ്താൽ മതി. മാർക്ക് ചെയ്ത് പുറത്തേക്ക് നിങ്ങൾ ഒരു ലൈൻ വരച്ചിട്ട് അത് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള മിതോഷ്ണ പുൽമേടുകൾ ഒരിക്കൽ കൂടി പറയുന്നു. വടക്കേ അമേരിക്കയിൽ പ്രയറി, നമ്മുടെ തെക്കേ അമേരിക്കയിൽ പാംപസ്, ദെൻ അതുപോലെ തന്നെ ആഫ്രിക്കയിൽ വെൽഡ്, അതുപോലെ തന്നെ ഏഷ്യയെ സംബന്ധിച്ച് അവിടെ സ്റ്റെപ്പി, അതുപോലെ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഡൗൺസ്. അപ്പോൾ അത് ഓരോന്നും എവിടെയാണ് കൃത്യമായി മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കൃത്യമായി ഇത് വർക്കൗട്ട് ചെയ്ത് ഒരു പ്ലെയിൻ മാപ്പ് എടുത്തിട്ട് ശേഷം അത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക. ഒരിക്കലും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അപ്പോൾ നേരത്തെ നമുക്ക് മോഡൽ എക്സാമിന് വന്നതുപോലെ മോഡൽ എക്സാമിന് ചോദിച്ച എ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഓസ്ട്രേലിയ എന്നുള്ളതായിരുന്നു. അതുപോലെ ആയിരിക്കും ചിലപ്പോൾ എ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ എ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഏഷ്യ, ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ആ രീതിയിൽ കൃത്യമായിട്ട് ഈ ഒരു പാർട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഒരു ചോദ്യം ഇവിടെ നിന്നുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് സാവന്ന കാലാവസ്ഥാ മേഖലയിലെ പുൽമേടുകൾ അഥവാ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്. ഇതിനെ തന്നെയാണ് ഉഷ്ണമേഖലാ പുൽമേടുകൾ എന്നും പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ലോകത്തെ പ്രധാനപ്പെട്ട ഉഷ്ണമേഖലാ പുൽമേടുകൾ എന്ന് നമുക്ക് ഈ പാർട്ടിൽ നോക്കാം. അതിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലകളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു പോകുന്നത്. അതിൽ നമ്മുടെ മോഡൽ പരീക്ഷയിൽ നമുക്ക് ഈ മേഖലയിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യം ഇതായിരുന്നു: ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തുന്ന സമയത്ത് പല കുട്ടികളും ഇതിനുള്ള ഉത്തരമായിട്ട് വെൽഡ് എന്ന് പറയുന്ന ഓപ്ഷൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പാർട്ടിലും കൃത്യമായി പറഞ്ഞു, അതൊരു ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ്. ആഫ്രിക്കയിലെ തന്നെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ് വെൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആണ്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡിന് മലയാളം മീഡിയത്തിൽ എന്താണ് പറയുന്നതെന്ന് അറിയാമല്ലോ, മിതോഷ്ണ പുൽമേടുകളാണ്. അപ്പോൾ ആഫ്രിക്കയിലെ മിതോഷ്ണ പുൽമേട് ചോദിച്ചാൽ നിങ്ങൾ വെൽഡ് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പുൽമേടുകളാണ്. അപ്പോൾ ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പുൽമേട് ചോദിച്ചു കഴിഞ്ഞാൽ സാവന്നയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ആഫ്രിക്കയിലെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളും കൃത്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ആ സാവന്ന റീജിയൻ മാർക്ക് ചെയ്യണം. അപ്പോൾ അത് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ അവിടെ റെഡ് ഇതിൽ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു പോർഷൻ നിങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ലൈൻ പുറത്തേക്ക് വരച്ച് സാവന്ന എന്ന് എഴുതി കാണിക്കുക. അപ്പോൾ ഏറ്റവും സാധ്യത കൂടുതലുള്ളത് ഇത് തന്നെയാണ് ചോദിക്കാൻ. അതോടൊപ്പം തന്നെ ലെനോസും കാമ്പോസും ഇങ്ങനെ രണ്ട് പുൽമേടുകളുണ്ട്. അത് തെക്കേ അമേരിക്കയിലാണ് ഈ രണ്ട് പുൽമേടുകളും കാണാൻ കഴിയുന്നത്. അതിൽ ഈ ലെനോസ് എന്ന് പറയുന്ന പുൽമേട് നമുക്കറിയാം, ഇതെല്ലാം
സാവന്ന പുൽമേടുകളാണ്. പക്ഷെ ഓരോ സ്ഥലത്തും ഇതിനെ ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതിൽ ലെനോസ് എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയിലെ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്താണ് ഈ പുൽമേടിനെ ഈ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ തെക്കേ അമേരിക്കയിലെ വെനസ്വേല എന്ന രാജ്യത്തെ സാവന്ന പുൽമേട് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ലെനോസ് ആണ് നമ്മൾ ആൻസർ മാർക്ക് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കാമ്പോസ് എന്ന് പറയുന്ന പുൽമേട് അതും ഒരു സാവന്ന പുൽമേടാണ്. അത് തെക്കേ അമേരിക്കയിലെ തന്നെ ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്താണ് കാമ്പോസ് എന്ന പേരിൽ ഈ പുൽമേടിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ രണ്ടും കാര്യങ്ങളും പ്രത്യേകം അവിടെ നിന്നൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ പുൽമേടുകളുടെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ആർക്കും ഉണ്ടാവരുത്. കൃത്യമായിട്ട് നിങ്ങളത് മാർക്ക് ചെയ്ത് പോകുവാനായിട്ട് പ്രത്യേകം എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ്. അടുത്തതായിട്ട് ടണ്ട്ര മേഖലയുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ടണ്ട്ര മേഖല മാർക്ക് ചെയ്യേണ്ടി വരുന്നത് അലാസ്ക റേഞ്ചസും അതുപോലെ സൈബീരിയൻ റേഞ്ചസും ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ അക്ഷാംശീയ സ്ഥാനങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് ലാസ്റ്റ് മോഡൽ പരീക്ഷയ്ക്ക് ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ അത്തരത്തിൽ ടണ്ട്ര മേഖലയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അക്ഷാംശീയ സ്ഥാനവും മറ്റുമൊക്കെ തന്നിട്ട് ഈ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അലാസ്ക റേഞ്ചും സൈബീരിയൻ റേഞ്ചും മാർക്ക് ചെയ്യാനായിട്ട് പഠിക്കുക. അതിൻ്റെ അക്ഷാംശീയ സ്ഥാനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ടണ്ട്ര മേഖല ഒരു ഇമ്പോർട്ടൻറ്റ് മേഖലയാണ് എന്നത് എല്ലാ കുട്ടികളും മനസ്സിലാക്കി പോവുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് ടൈഗ മേഖലയെക്കുറിച്ചാണ്. ടൈഗ മേഖലയിൽ നിന്ന് ഒരു ചോദ്യം മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല ഏത് എന്നുള്ളതായിരുന്നു. അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അത് മാപ്പിൽ മാർക്ക് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ടൈഗ മേഖലയാണ്. അപ്പോൾ ചില കുട്ടികളൊക്കെ അത് തെറ്റിച്ചു, കാരണം ഇതാരും പ്രതീക്ഷിച്ചൊരു ചോദ്യമായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലും ചോദ്യങ്ങൾ ചോദിക്കാം എന്നത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മാപ്പുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിൻ്റെ തന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള വിവരങ്ങളും വായിച്ച് മനസ്സിലാക്കുക. കൃത്യമായിട്ട് അവിടെ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ തന്നെ സ്വയം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനും അനായാസം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ടൈഗ മേഖല വീണ്ടും വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് പഠിക്കുക. ടൈഗ മേഖല ഇവിടെ ഈ ഒരു പാർട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഒരു ലൈൻ വരച്ച് നമ്മൾ അവിടെ ഇത് ടൈഗ മേഖലയാണെന്ന് കാണിച്ചെങ്കിൽ ഒരു മാർക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് കിട്ടുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് നോക്കുവാനുള്ള പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് മിതോഷ്ണ പുൽമേട്, ഉഷ്ണ മരുഭൂമികളൊക്കെ നമ്മൾ നോക്കി. മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖല നമ്മൾ നോക്കണം. മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖലയും ലോകത്തെ ഓരോ കോണ്ടിനെന്റിലും എവിടെയൊക്കെ ആയിട്ടാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ഞാൻ റെഡ് ഷെയ്ഡിങ് കൊടുത്ത് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തെക്കേ അമേരിക്കയിൽ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശത്തെയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്. ആ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിലെ അതേ കാലാവസ്ഥ ലോകത്ത് മറ്റു ചില പ്രദേശങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ടെക്സ്റ്റ് പഠിച്ച സമയത്ത് അതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളാണ് മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടൽ തീരങ്ങളിൽ കാണാൻ കഴിയുന്ന അതേ കാലാവസ്ഥ ലോകത്ത് മറ്റെവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ആ പാർട്ടുകളൊക്കെ മാർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ വടക്കേ അമേരിക്കയിലെ മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ആ ഒരു പാർട്ട് മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ് പരീക്ഷയിൽ വേൾഡ് മാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലൂടെയും നമ്മൾ ഈ നിമിഷം ഒന്ന് ഓടിച്ച് കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾറെഡി നമ്മളിതെല്ലാം ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പരീക്ഷയിൽ കൂടുതൽ പ്രയോജനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. സോഷ്യൽ സയൻസ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. ഏവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതി മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു.